കൂടൽമാണിക്യം ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പിനും മേളത്തിനും ചില പ്രത്യേകതകളുണ്ട്. രാവിലെയും രാത്രിയിലും ശ്രീ ഭൂതബലിയോടെ സംഗമേശനെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് 3 ആനയുടെ 4 പ്രദക്ഷിണം നടത്തുന്നു. 5ാം പ്രദക്ഷിണത്തിന് കിഴക്കേ ആനക്കൊട്ടിലിൽ 17 ആനകളോടെ നിരന്ന് പഞ്ചാരിമേളം ആരംഭിക്കുന്നു. 1ഉം 2ഉം കാലങ്ങൾ അവിടെ തന്നെ കൊട്ടുന്നു. 3ാം കാലത്തിൽ പ്രദക്ഷിണം ആരംഭിച്ച് പടിഞ്ഞാറേ ആനക്കൊട്ടിലിൽ ചെന്ന് 3, 4, 5 കാലങ്ങൾ കൊട്ടി പഞ്ചാരി അവസാനിക്കുന്നു. ശേഷം വകകൊട്ടി വടക്കുഭാഗത്ത് കുളക്കരയിലൂടെ പ്രദക്ഷിണമായി വരുന്നു. ഈ സമയത്ത് കൊട്ടുന്ന മേളത്തെ തീർത്ഥക്കര മേളം എന്ന് പറയുന്നു. അവസാനം കിഴക്കേ ആനക്കൊട്ടിലെത്തി ചെമ്പട കൊട്ടി മേളം അവസാനിച്ച് ഇറക്കി എഴുന്നള്ളിക്കുന്നു. വലതു കൈയിൽ കോലും ഇടതു കൈകൊണ്ട് ചെണ്ടയിൽ അടിച്ചുമാണ് പഞ്ചാരിമേളം കൊട്ടുന്നത്. ഇടതു കൈകൊണ്ട് ചെണ്ടയിൽ അടിക്കുന്ന ശബ്ദമാധുര്യം നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നത് 1ാം കാലത്തിലാണ്. 2 കൈയിലും കോല് കൊണ്ട് കൊട്ടുന്നത് പഞ്ചാരിമേളം അല്ല. ചെമ്പട സമയത്ത് 2 കൈകളും കൊട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായും ശബ്ദവും ആവേശവും കൂടുന്നതാണ്. ഇരിങ്ങാലക്കുട കൂടാതെ കുട്ടനെല്ലൂർ പൂരം, എടക്കുന്നി ഉത്രംവിളക്ക്, പെരുവനം പൂരത്തിൽ ഉരത്തകത്തമ്മ തിരുവടിയുടെ എഴുന്നള്ളത്ത്, ആറാട്ടുപുഴ പൂരം, ശാസ്താവിന്റെ എഴുന്നള്ളത്ത്, തൃപ്പൂണിത്തുറ തുടങ്ങിയ ഇടങ്ങളിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക് പഞ്ചാരി മേളങ്ങൾ അരങ്ങേറുന്നത്. കൂടൽമാണിക്യം ഉത്സവത്തിന്റെ മറ്റൊരു പതിപ്പാണ് തൃപ്പൂണിത്തുറ ഉത്സവം. കൂടൽമാണിക്യത്ത് 17 ആനയെങ്കിൽ തൃപ്പൂണിത്തുറയിൽ 15 ആനകളെ ഉള്ളൂ. കൂടൽമാണിക്യം 10 ദിവസം ഉത്സവം, തൃപ്പൂണിത്തുറ 8 ദിവസം. കൂടൽമാണിക്യത്ത് ഉത്സവബലി ഇല്ല. കൂടൽമാണിക്യത്ത് 7 സ്വർണ്ണ നെറ്റിപ്പട്ടങ്ങളുണ്ട്, തൃപ്പൂണിത്തുറയിൽ 1 ഉള്ളൂ.